ആശുപത്രിയിൽ വന്നപ്പോ എന്താ കഴിച്ചേ? ഓട്സ് കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നോ? ഇപ്പൊ എവിടേക്കാ വേദന? കാലിനാണോ വേദന ഉള്ളത്? കൈക്ക് വേദനയുണ്ടോ? കൈക്കില്ല. നമുക്കത് പതിയെ മാറ്റാട്ടോ കേട്ടോ. തിരുമിയൊക്കെ തരാം, അപ്പത്തിന് പതിയെ മാറിക്കോളും കേട്ടോ. ഹലോ മച്ചാമാരെ, നമസ്കാരം. ഞാനിപ്പം പുതുക്കലോട്ടം വിളമക്കര ലൂർദ് പള്ളിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്വർഗ്ഗറാണി കോൺവെന്റിലാണുള്ളത്. അവിടെ ഒരു പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. കിടപ്പ് രോഗികളായ സ്ത്രീകൾക്കുള്ള പാലിയേറ്റീവ് കെയർ സെൻ്ററാണ്. പ്രായമായ സ്ത്രീകൾക്കുള്ള പകൽ വീട് ഹോം കെയർ. ഇതിൻ്റെ പേര് പറയുന്നത് തെരേസ ഫർദല പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പീസ് സെൻറ്റർ, ഹൃദയപൂർവ്വം വാർദ്ധക്യം. അടിപൊളി പേരായിട്ടേക്കണം കേട്ടോ. നിങ്ങൾ ഞാൻ ഇതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തരാം കേട്ടോ. ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. പാലിയേറ്റീവ് കെയർ പോലെ അല്ല, ഒരു ഹോസ്പിറ്റൽ പോലെയാണ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. തെരേസ ഫർദല പാലിയേറ്റീവ് കെയറിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് സിസ്റ്റർ ഗ്ലാഡിസ്, ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ വീടുകളിൽ കുറേ നാളുകളായിട്ട് രോഗികളായിട്ട് കഴിയുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുക, നമ്മുടെ ജോലിയൊക്കെ കളഞ്ഞ് ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെ എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നതും അത്ര നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ബെറ്റർ നഴ്സിംഗ് കെയർ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പലരും പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ ഹയർ ചെയ്ത് നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു കഴിവ് എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലിയേറ്റീവ് കെയർ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഒരു ബെറ്റർ പേഷ്യന്റ് കെയർ കൊടുക്കുക. കൊണ്ടുപോകാം കേട്ടോ, അടുത്ത ദിവസം കൊണ്ടുപോകാം. ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജീവനക്കാരൊക്കെ എത്തൂലേ, അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ, കൊണ്ടുപോകാം. ഇവിടെ എടുത്ത് പറയേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂം ഫെസിലിറ്റീസ് ആണ്. ബാത്റൂം ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹൈടെക്കാണ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻറ്റിനെ കൊണ്ട് കിടത്തി തന്നെ ബാത്റൂമിൻ്റെ അകത്തോട്ട് കയറാനുള്ള അത്രയും സ്പേസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കിടത്തി കുളിപ്പിക്കാനും ഇരുത്തി ചെയ്യിപ്പിക്കാനും വീൽ ചെയർ എല്ലാം അകത്തേക്കൊക്കെ പ്രവേശിക്കുന്നതാണ്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ സ്നേഹവും കരുതലും ലഭിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ അവകാശമാണ്. ഈ ജീവിതം മുഴുവൻ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ച് അവസാനം നോക്കാൻ ആരുമില്ലാതെ മാറുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും ദുരിതം പിടിച്ചൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില സാഹചര്യങ്ങൾ അത് അങ്ങനെ ആയി പോകുന്നതാണ്. നമ്മൾ മക്കളുടെ ജോലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ വരുമാന മാർഗ്ഗം കളഞ്ഞിട്ട് മാതാപിതാക്കളെ നോക്കാൻ നിൽക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടൊരു കാര്യമായിരിക്കില്ല ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉദ്ദേശം. എന്താ ഇതൊക്കെ പറഞ്ഞാൽ ഫുഡ്, ഇവരുടെ അത്യാവശ്യമുള്ള കെയർ, പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു സ്റ്റാഫിനെ എടുക്കണം. നമുക്കറിയാം സ്റ്റാഫിന് മിനിമം 20,000 രൂപ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ് നഷ്ടം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമുക്കൊരു ഒരിക്കലും ഒരു മണി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഒരു റീസണബിൾ പ്രൈസ് നമ്മൾ വാങ്ങിക്കും. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററിൻ്റെ അകത്തുനിന്ന് പള്ളിയിലേക്കുള്ള ഒരു കോറിഡോറുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിനൊക്കെ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കിടത്തിയാണെങ്കിലും ഒരു ട്രോളിയിലൊക്കെ ആണെങ്കിലും ദിവ്യബലിയിൽ പങ്കെടുപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസം ബൈസ്റ്റാൻഡറിന് പേഷ്യൻറ്റിനൊപ്പം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേയും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ.